നാലാമത്തെ കീ അത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. The fourth key is the key of the death and Hades. അത് യേശുവിന്റെ കയ്യിലിരിക്കുകയാണ്. And that is in the hands of Jesus. അത് യേശുവിന്റെ കയ്യിലായിരുന്നു. It is in the hands of Jesus. എവിടുന്നാണ് അത് യേശുവിന്റെ കയ്യിലേക്ക് From വന്നത്? where did he got it? എന്താണ് അതിന്റെ റീസൺ? What was the reason behind it? എന്തുകൊണ്ടായിരിക്കാം യോഹന്നാനോട് യേശു അത് പറഞ്ഞത്? Why Jesus said this to John? അത് നിങ്ങൾ അറിയണമെങ്കിൽ If you want to know that, യേശുവിന്റെ ക്രൂശീകരണത്തിലേക്ക് ഒന്ന് വരണം. you have to come to the crucifixion of യേശുവിന്റെ Jesus. ക്രൂശീകരണം നടക്കുന്ന വെള്ളിയാഴ്ച പകലിൽ, You know, when the crucifixion of Jesus took place in Friday noon, യേശുവിന്റെ ശവശരീരം ക്രൂശിൽ നിന്ന് എടുത്തു. and the body of Jesus was taken down from the cross, എന്നിട്ട് കല്ലറയിലേക്ക് കൊണ്ടുവച്ചു. and they kept it in the tomb, കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചു. and they rolled a big stone at the gate of that tomb, ആ കല്ലറ ചങ്ങലയാൽ പൂട്ടി. and they closed it, locked it with the chains, അതിനെ പടയാളികൾ കൊണ്ട് കാവൽ നിർത്തി. and they put the soldiers to keep it. ആ കല്ലറയുടെ പുറത്തുള്ളവരുടെ സംസാരം ഒന്ന് കേട്ടേ. Just listen what the people around the tomb is telling now. എല്ലാവരും പറയുകയാണ്, നസ്രയനായ യേശു 3.5 വർഷം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തവൻ ദാണ്ട കല്ലറയിൽ കിടക്കുന്നു. Everyone is speaking this, that the Jesus of Nazarene who preached for 300 of years is now finished and end. വാസ്തവത്തിൽ യേശു കല്ലറയിൽ തന്നെ കിടക്കുമായിരുന്നോ ചോദിച്ചേ അടുത്ത. Was Jesus inside the tomb? അല്ലല്ലല്ല. No. അല്ലല്ലല്ല. No. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് 3.5 ദിവസം കല്ലറയ്ക്കകത്ത് ചുരുണ്ടുകൂടി കിടക്കുവല്ല. The Lord whom we worship, he is not inside the tomb for 3 days. 1 പത്രോസ് 3:18 പറയുന്നു, അവൻ ആത്മാവിൽ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. 1 Peter 3:18 says in his spirit he descended into the Hades. എഫേസ്യൻസ് 4:11 പറയുന്നു, അവൻ ബദ്ധന്മാരെ വിടുവിക്കേണ്ടതിന് താഴേക്ക് പോയി ബദ്ധന്മാരെ വിടുവിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറിപ്പോയി. Ephesians chapter 4 verse 11 says he descended into the utter part of the world, the earth, and he delivered the captives. ഈ രണ്ട് വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, I know, according to these two scriptures, വെള്ളിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച പ്രഭാതം വരെ, from Friday night to Sunday morning, ഏതാണ്ട് 38 മണിക്കൂറോളം around 38 hours, യേശു കല്ലറയിൽ കിടക്കുകയല്ലായിരുന്നു. Jesus was not inside the അവൻ tomb. ആത്മാവിൽ പാതാളത്തിലേക്ക് ചെന്നു. He went into the Hades through his spirit. അടുത്തത് സങ്കീർത്തന വേദഭാഗങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ, When we bring the portions from Psalms together, അവൻ പാതാളത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ നടക്കുകയാണ്. in Hades there was songs and music. ആമേൻ. എന്താണ് അവിടെ പാട്ടും ഡാൻസും ഒക്കെ നടക്കാനുള്ള കാരണം? What is the reason behind this singing and the music there? ദൈവപുത്രൻ എന്ന് പറഞ്ഞവനെ ക്രൂശിച്ചു കൊന്നിരിക്കുന്നു. Everyone, the Son of God has been crucified and he's been killed. ഇനി അവനെ കുറിച്ച് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. There will be no more problem from him. അവന്റെ ആഘോഷം അവർ തിമിർക്കുകയാണ്. That is why they are celebrating it. അവർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, As they were celebrating it, പാതാളത്തിന്റെ വാതിക്കൽ ഒരു മുട്ട് കേട്ടു. they heard a knock at the door of the Hades. Hey! ഒരു കുട്ടി പിശാച് ചെന്ന് ഡോർ തുറന്നു നോക്കി. A little spirit of demon went and opened the door. മണിക്കൂറുകൾക്ക് മുമ്പ് ഇറച്ചിക്കടയുടെ ഫ്രണ്ടിൽ തൂക്കിയിട്ട മാംസകഷ്ണം പോലെ ക്രൂശിൽ കടന്നവൻ കുഞ്ഞാടായിട്ടല്ല, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി പാതാളത്തിന്റെ വാതിക്കൽ വന്ന് നിൽക്കുകയാണ്. The very one who was on the cross, he is now at the door of this Hades as the Lion of Judah. സങ്കീർത്തനം 18:4 പറയുകയാണ്, Psalms 18:4 says, പാതാള പാശങ്ങൾ അവനെ ചുറ്റി, the sorrows of death compassed him, അവനെ പിടിച്ചൊതുക്കാൻ അഗാധ പ്രവാഹങ്ങൾ അവനെ and ഭ്രമിപ്പിച്ചു. the floods of the ungodly men caused him to keep him. മരണത്തിന്റെ കണികൾ അവനെ പിടിച്ചു. The sorrow, the death snares of death prevented him. എന്നാൽ 118 സങ്കീർത്തനത്തിൽ പറയുകയാണ്, But in the Psalms 118 it says, അവർ തേനീച്ച കൂട്ടം പോലെ അവനെ വളഞ്ഞു. they came and surrounded him as the bees. 118:12 പറയുക, അവർ തേനീച്ചയെ പോലെ അവനെ വളഞ്ഞു. It says he compassed about like bees. അവനെ വിടത്തില്ലെന്ന് പറഞ്ഞു പിടിച്ചു. They kept him and prevented him, not allowing him. പക്ഷെ വചനം പറയുന്നു, But the scripture
scripture says, കാട്ടുതീ പോലെ അവർ കെട്ടുപോയി. all of them has fallen just as wildfire. 118:12 വാക്യം പറയുന്നു, മുൾതീ പോലെ അവർ കെട്ടുപോയി. Our Psalms 118:12 says, he will be quenched as the fire of coals. നിങ്ങൾ കാണുന്നുണ്ടോ യേശു പാതാള ഗോപുരത്തിന്റെ വാതിക്കലേക്ക് ചെന്നപ്പോൾ അഗാധ പ്രവാഹങ്ങൾ, മരണഭാഷങ്ങൾ, തേനീച്ച കൂട്ടം പോലെ യേശുവിനെ പിടിക്കാൻ വന്നു. പക്ഷെ യേശുവിനെ തൊട്ടപ്പോൾ കരണ്ടടിക്കുന്നത് പോലെ, കാട്ടുതീ പോലെ, മുൾതീ പോലെ അവർ കെട്ടുപോയി. The power of hell came and surrounded Jesus, but when they touched them, it was like an electricity, like a wildfire. അറവശാലയിൽ കിടക്കുന്ന മാംസപിണ്ഡം പോലെയല്ല അവൻ ആ പാതാളത്തിനകത്തേക്ക് കയറിയത്. സകലത്തെയും ജയിച്ചടക്കിയ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായി അവൻ പാതാളത്തിനകത്തേക്ക് കയറി. He entered into the hell as the Lion of Judah who won everything. കൊലോസ്യ ലേഖനം ബൈബിൾ പറയുന്നു, അവൻ പിശാചിന്റെ തലയെ ചവിട്ടി മെതിച്ചു. In Colossians we see he destroyed the head of Satan. സകല ആയുധവർഗം വെക്കടാന്ന് പറഞ്ഞു. And he asked him to surrender every armor of him. ഹാബേലിന്റെ കാലം തൊട്ട് മാനവരാശിക്കെതിരെ ഒതിർത്ത സകല ആയുധങ്ങളെയും പിടിച്ചു വപ്പിച്ചു. From the time of Abel, every armor that Satan has used against the human, he asked him to surrender it. അവനെ പരാജയപ്പെടുത്തി. And he defeated him. എന്നിട്ട് അവന്റെ മുമ്പിൽ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം കൈ നീട്ടി നിന്നു. And before him, the Lion of Judah stretched his hand. തരാൻ പറഞ്ഞു. And he asked him to surrender. താക്കോല് തരാൻ പറഞ്ഞു. He said, surrender the keys. താക്കോല് തരാൻ പറഞ്ഞു. Surrender the keys. ആ താക്കോലുമായി അവൻ എഴുന്നേറ്റു. And with that key, he stood up. പർദീസയിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന സകല വിശുദ്ധന്മാരുടെയും പൂട്ട അഴിച്ച് അവരെ വിടുവിച്ചു പുറത്തു And he കൊണ്ടുവന്നു. unlocked every spirit of the holy men in the paradise and brought them out. സകലരെയും പുറത്തേക്ക് കൊണ്ടുവന്നു. And he brought everyone out of it. അവരെ കൊണ്ടവൻ ഉയരത്തിലേക്ക് കയറിപ്പോയി. And with them he ascended into the heavenlies. സകല വിശുദ്ധന്മാരുമായി With all the saints. പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുകയും And he is heading to the presence of the Father. Woo. Amen. മഹാപുരോഹിതന്റെ കുപ്പായത്തിൽ രക്തവുമായി Robes of the high priest with the blood. സ്ഥലത്തേക്ക് പോകുന്ന പുരോഹിതനെ പോലെ As the priest who is entering into the Holy of Holies, അവൻ മുമ്പോട്ട് പോകുമ്പോൾ as he heading forward, ഒരു കരച്ചിൽ കേട്ടു. he heard a cry. കരച്ചിൽ കേട്ടു. He heard a cry. ആ കരച്ചിൽ കേട്ടെടുത്ത് അവൻ നിന്നു. And he stopped where he heard it. ഒരു സ്ത്രീയാണ് കരയുന്നത്. It was a woman. അവളുടെ പേര് മറിയ And എന്നാണ്. her name was Mary. അവൾ പറയുകയാണ്, അവനെ കണ്ടിട്ട് തോട്ടക്കാരനെ പോലെ കാണുന്നു. And she said, he was looking like a gardener. ഒരു തോട്ടക്കാരനെ പോലെ കാണുന്നു. He was looking like a garden keeper. അതെ മറിയ, ഞാൻ തോട്ടക്കാരനാണ്. Yes, I am the keeper of garden, Mary. എന്താണ് അറിയാമോ? You know why? ഏതൻ തോട്ടത്തിൽ വെച്ച് മാനവരാശിയെ പറ്റിച്ചോണ്ടുപോയ പിശാചിന്റെ കയ്യിൽ നിന്നും താക്കോല് തിരിച്ചു മേടിക്കാൻ ഞാനൊരു തോട്ടക്കാരന്റെ വേഷത്തിൽ വന്നിരിക്കുകയാണ്. Yes, I am in the robes of guys of the keeper of the gardener to take back the keys from Satan who deceived Adam and Eve in the Garden of Eden. അവനെ കണ്ടിട്ടൊരു തോട്ടക്കാരനെ പോലെ. Seeing him, he was like a gardener. ഏതൻ തോട്ടത്തിൽ വെച്ച് പിടിച്ചു മേച്ചതിനെ തിരിച്ചു കൊണ്ടുപോകാൻ അവന് തോട്ടക്കാരന്റെ വേഷത്തിൽ. He came in the guise of a garden keeper, to take back whatever the Satan has took from the Garden of Eden. സ്വർഗത്തിലേക്ക് പോയി. And he went into the heavenlies. മറിയോട് പറഞ്ഞു, ഇപ്പോ എന്നെ തൊടരുത്. And to Mary he said, don't touch me now. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയാണ്. I am on the way to my Father. പക്ഷേ നീ നിന്റെ സഹോദരന്മാരോട് പറയണം, But go and tell to the brethren, അവരെക്കാൾ മുമ്പിൽ ഞാൻ ഗലീലയിൽ കാണും. I will be there in Galilee before them. Amen. അവര് വരുന്നതിന് മുമ്പ് ഞാൻ ഗലീലയിൽ കാണും. Before they arrive, I will be there in Galilee. എന്താ കർത്താവ്
കർത്താവേ, നിനക്ക് ന്യൂയോർക്കിൽ പോയാൽ പോരായിരുന്നു, നിനക്കങ്ങ് പാകിസ്ഥാനിൽ പോയാൽ പോരായിരുന്നു, ജപ്പാനിൽ പോയാൽ പോരായിരുന്നു. എന്തിനാ ഗലീലെ പോയ? കാരണം എന്റെ പിള്ളേരെ തല്ലുമെന്ന് അവന്മാര് പറയുന്നത്, എന്റെ പിള്ളേരെ കൊല്ലുമെന്ന് അവന്മാര് പറയുന്നത്, ഗലീലയിൽ എന്റെ പിള്ളേരെ ആക്രമിക്കുമെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണം. അവനേക്കാൾ മുമ്പിൽ ഞാൻ ഗലീലയിലുണ്ട്. I will be there in Galilee when the people says we will persecute my children. The people say we will destroy. That is why he is there right in Galilee, not going to any other places in the world. യേശു ഗലീലയിൽ വന്നു. Jesus arrived in Galilee. 40 ദിവസം ജീവിച്ച് സ്വർഗ്ഗാരോഹണം ചെയ്തു. And he lived on earth for 40 more days and he ascended into the heavens. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. And with some undisputable things, he proved himself that he is alive. നിങ്ങൾക്ക് മനസ്സിലാകാനുണ്ട്, ഒന്നുകൂടെ പറയാം. താൻ ജീവനോടെ ഉണ്ടെന്ന് പല ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചു കൊടുത്തു. With so many undisputable proofs, he proven that he is alive. അവൻ ജീവനോടുണ്ട്. He is alive. 2026 ഡിസംബർ മാസം നീ ഇതുപോലെ വന്ന് ഇവിടെ നൃത്തം ചെയ്യും. കാരണം അവൻ ജീവനോടുള്ളത്. Even in the last day of December 2026, you will be dancing here just because he is alive. എന്റെ സ്റ്റോറി കഴിഞ്ഞിട്ടില്ല. Your story is not yet end. സ്റ്റോറി കഴിഞ്ഞിട്ടില്ല. Your story is not yet end. ചിലരുടെ സ്റ്റോറി ഹിസ്റ്ററിയായി മാറാൻ Some of your story is going to be history. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. After so many years. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. After so many years. യോഹന്നാൻ പത്മോസിലേക്ക് വരുമ്പോൾ When John came to Patmos. യേശു അവിടെ തേജസ്കരിക്കപ്പെട്ടവനായി. See Jesus glorified. എന്നിട്ട് പറയുകയാണ്, and he is telling to him, താക്കോൽ ഇപ്പോഴും എൻ്റെ കയ്യിൽ. see, even now I hold the keys.